സമര പോരാളിയാണെന്നും VS. നേരിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS. സമര പോരാളിയാണെന്നും VS. അകലേക്കൊഴുകുന്ന അരുവിതന്നാദമായി ഇന്നും ജ്വലിക്കുന്ന ആ ശബ്ദം, ജനകോടികൾ ഏറ്റുന്ന ശബ്ദം. നഗരത്തിൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ VS ഏറ്റുവാങ്ങുകയാണ്. ഇത്ര കാലം ഒരു കടലിൻ്റെ ആവേശത്തോടെ കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ശാന്തനായി കിടക്കുകയാണ്. എന്നേക്കുമായി ഇനി VS അച്യുതാനന്ദൻ ഈ വഴിയിൽ സഞ്ചരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയാണ്. യഥാർത്ഥ ജനസാഗരത്തിൻ്റെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത്. 22 മണിക്കൂർ ഈ വിലാപയാത്ര പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര എത്രയോ പോയിന്റുകൾ കടക്കുമ്പോൾ ജനസഹസ്രങ്ങളാണ് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചത്. ഹൃദയങ്ങളിൽ ജനനേതാക്കന്മാർ ജീവിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ഈ വിലാപയാത്ര. ശാന്തനായി തങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഈ വലിയ മനുഷ്യൻ യാത്രയാകുമ്പോൾ അവിടെയുള്ള പ്രത്യേകിച്ച് പുന്നപ്പറയിലെ ജനങ്ങൾക്ക് പറയാൻ 100 കഥകളുണ്ടാകും, 100 അനുഭവങ്ങളുണ്ടാകും. കൊള്ളുന്ന പരമാർത്ഥങ്ങൾക്ക് നടുവിൽ VS അച്യുതാനന്ദനുണ്ട് എന്നുള്ള അവരുടെ സുരക്ഷയും കവറും എന്നേക്കുമായി ഇല്ലാതാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവരിപ്പോൾ തിരിച്ചറിയുന്നു. അയൽവാസികൾക്കും പരിചിതർക്കും ഒക്കെ തന്നെ കയറി ചെല്ലാവുന്ന വീടായിരുന്നു ഈ വേലിക്കകത്തെ വീട്. ആ വീട്ടിൽ ശാന്തനായ ഒരാൾ എപ്പോഴും ഉണ്ടാകും, അവരുടെ പരിദേവനങ്ങളും പരിഭവങ്ങളും കേൾക്കാൻ. ആ VS ആണിപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ചുടുകാട്ടിൽ എന്നേക്കുമായി അദ്ദേഹം ഓർമ്മയായി മാറുമ്പോൾ VS എന്ന് പറയുന്ന സംരക്ഷകൻ, VS എന്ന് പറയുന്ന സുരക്ഷാ കവചം ആലപ്പുഴക്കാർക്കില്ലാതാകുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുകയും സാധാരണക്കാർക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അടിമുടി ലാളിത്യമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ഭരണത്തിൻ്റെ ഇടനാഴികളിൽ മുഖ്യമന്ത്രിയായി വിളിച്ചുമ്പോഴും ആലപ്പുഴക്കാർക്ക് അദ്ദേഹം സാധാരണ അച്യുതാനന്ദൻ മാത്രമായിരുന്നു. VS എന്ന 2 അക്ഷര പേരിൽ അവർ വിളിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ലാളനയിൽ നിന്നായിരുന്നു ആ വിളികൾ എപ്പോഴും ഉയർന്നു കേട്ടത് എന്നുകൂടി നമ്മൾ അറിയുന്നു. 22 മണിക്കൂർ പിന്നിട്ടൊരു വിലാപയാത്ര ആലപ്പുഴ വരെ നീണ്ടുപോവുക എന്ന് പറയുന്നതും കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിലാപയാത്രയിൽ ഉടനീളം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, VS അച്യുതാനന്ദൻ ജനമനസ്സുകളിൽ തന്നെയാണ് ജീവിക്കുക. എത്ര കാലം കഴിഞ്ഞാലും VS എന്ന 2 അക്ഷരം അവരുടെ നെഞ്ചിൽ നെരിപ്പോടായി എരിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനനന്മയ്ക്ക് വേണ്ടി വളർന്ന ഒരു നേതാവ്, ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു നേതാവ്, CPയുടെ പോലീസിൻ്റെയും CPയുടെ പട്ടാളത്തിൻ്റെയും മർദ്ദനമേറ്റ രക്തസാക്ഷി. ഇതിലൊക്കെ തന്നെ മാത്രവുമല്ല, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അക്രമത്തിൻ്റെയും അതുപോലെ പീഡനത്തിൻ്റെയും നടുവിലൊക്കെ തന്നെ VS എന്ന് പറയുന്ന നേതാവ് വളരുകയായിരുന്നു. ഈ അക്രമങ്ങൾക്കോ പീഡനങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ കെടുത്താൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. വേലിക്കകത്തെ വീട്ടിലിപ്പോൾ അദ്ദേഹം അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശാന്തനായി കിടക്കുകയാണ്. അപ്രിയമായ സത്യങ്ങളിൽ ഉറക്കെ തുറന്നു പറഞ്ഞപ്പോഴൊക്കെ തന്നെ ശത്രുക്കളെ സമ്പാദിച്ചെങ്കിലും VS എന്ന് പറയുന്ന വ്യക്തി കർക്കശക്കാരനായിരുന്നു. പലപ്പോഴും തിന്മകൾക്ക് നേരെ ഏറ്റുമുട്ടുമ്പോൾ ആലപ്പുഴയിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. തൻ്റെ സഹപ്രവർത്തകൻ ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിക്കുകയും തൊഴിലാളി വർഗ സർവാധിപത്യം കേരളത്തിൽ ഉണ്ടാക്കുവാനും തൊഴിലാളികളുടെ നന്മ നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി അവർക്ക് അർത്ഥമുണ്ടാക്കുവാനും ഒക്കെ പ്രവർത്തിച്ച തൻ്റെ സഹപ്രവർത്തകൻ, പോളിറ്റ് ബ്യൂറോയിൽ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചയാൾ, പാർട്ടി ഓഫീസിൽ ഒരുപാട് കാലം തനിക്കൊപ്പം പ്രവർത്തിച്ചയാൾ യാത്രയാകുമ്പോൾ അന്ത്യയാത്ര നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് ഇന്ന് വൈകുന്നേരം സംസ്കാരം നടക്കുക. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ P. കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്തായിരിക്കും VSനും
അന്ത്യവിശ്രമം ഒരുക്കുക. എം.എൻ. ഗോവിന്ദൻ നായരും ടി കെ ചന്ദ്രപ്പനും ആർ സുഗതനും കെ ആർ ഗൗരിയുമയും ഒക്കെ ഉള്ള നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ വി എസിനും അന്ത്യവിശ്രമം ഒരുങ്ങുകയാണ്. പുന്നപ്ര വയലാർ സമരനായകന് ഇതിലും വലിയൊരു വിശ്രമ കേന്ദ്രം ഒരുക്കാനില്ല. അദ്ദേഹം പങ്കെടുത്ത പൊതുപരിപാടി, അവസാനമായി അച്യുതാനന്ദൻ പങ്കെടുത്ത പൊതുപരിപാടി ഈ മണ്ണിലായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിക്കുക. അദ്ദേഹം പങ്കെടുത്ത രാഷ്ട്രീയ പരിപാടി ഏറ്റവും അവസാനം വട്ടിയൂർക്കാവിലെ വി കെ പ്രശാന്തിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ അനുയായികൾ വിളിച്ചു പറയുകയാണ് വി എസിന് മരണമില്ല, വി എസിന് മരണമില്ല എന്ന്. മുന്നിലെ ആൾക്കൂട്ടമാണ് നമ്മൾ കാണുന്നത്. അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയ ആയിരങ്ങൾ, ആലപ്പുഴയുടെയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ 10,000 തങ്ങളുടെ നേതാവിനെ ഒരിക്കൽ കൂടി കാണുവാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനും തങ്ങളുടെ കണ്ണീർ പൂക്കൾ അർപ്പിക്കുവാനും വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, പല പ്രായത്തിലുള്ളവർ, കുഞ്ഞു കുട്ടികൾ, പ്രായം ചെന്ന അമ്മമാർ, ഇവരെല്ലാവരും വേലിക്കകത്തെ വീട്ടിന് മുന്നിൽ നിൽക്കുകയാണ്. ആഷ്മി താജ് ഇബ്രാഹിം ഈ ആൾക്കൂട്ടത്തിൽ എവിടെയോ നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഷ്മി ഇപ്പോൾ വീട്ടിനുള്ളിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമുള്ളത്. അന്തിമോപചാരം അർപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനഹൃദയങ്ങളിൽ ജീവിച്ച് ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഓർമ്മയാകുമ്പോൾ ഒരുപക്ഷെ ആലപ്പുഴക്കാർക്ക് പറയാൻ നമ്മളെക്കാളും ഒരുപാട് കഥകളുണ്ടാകും, അനുഭവങ്ങളുണ്ടാകും. കൊള്ളുന്ന പരമാർത്ഥങ്ങളിൽ വി എസ് അച്യുതാനന്ദനെടുത്ത കടുത്ത നിലപാടുകളുണ്ടാകും. എന്തൊക്കെയാണ് ഏറ്റവും അവസാനം നമുക്ക് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? വേലിക്കകത്തെ വീട്ടിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിനുള്ളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കിടത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശൂന്യമാണ് സ്കാൻ, അത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ നൂറുകണക്കിനായ മനുഷ്യർ, ആയിരക്കണക്കിനായ മനുഷ്യർ ഇങ്ങോട്ടേക്ക് വി എസിനെ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ അതിനുള്ള ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയിരിക്കുന്ന നൂറുകണക്കിനായ മനുഷ്യരുടെ ഹൃദയങ്ങളിലെല്ലാം ഒറ്റ മുദ്രാവാക്യമുള്ളത് കണ്ണേകരളെ വി എസ് എ എന്നുള്ള ഒറ്റ മുദ്രാവാക്യമാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതിനുള്ളിലേക്ക് ആൾക്കാരെ കടത്തി വിടുന്നു. ഇനി 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് വീട്ടിനകത്ത് വേണ്ട ബന്ധുക്കൾക്ക് മാത്രം കാണാനുള്ള അവസരമാണ്. അതിനുശേഷം 1 മണിക്കൂർ മാത്രമാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി കാണാനുള്ള പൊതുദർശനത്തിലുള്ള സൗകര്യം ഉണ്ടാവുക. കാര്യം ഇത് അത്രത്തോളം പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് 1 മണിക്കൂർ എത്രയും പെട്ടെന്ന്. പക്ഷേ ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന്, ആയിരക്കണക്കിനായ ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് വി എസിനെ ഒരു നോക്ക് കാണാൻ. അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് ഒരു നോക്ക് കാണാൻ അനുവദിക്കുക എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇവിടെ ചെങ്കൊടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇന്ന് ആലപ്പുഴയുടെ ഹൃദയത്തിന് ചുവന്ന നിറമാണ്. SKN എപ്പോഴും ചുവന്ന നിറമാണെന്ന് പറയുന്ന വലിക്കുറി അത് സങ്കടത്തിന് ചുവന്ന നിറമാണ്. അതിനെ നോക്കിയാൽ കാണാം. അതിനകത്ത് നോക്കത്താ ദൂരത്തോളം ആളുകൾ ഇരുവശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ മുകളിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യം നിർത്തിയാണ് ഇവിടെ കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. വേലിക്കകത്തെ വീട് നേരത്തെ SKN പറഞ്ഞതുപോലെ വി എസിന് വളരെ പ്രിയം എന്ന് പറഞ്ഞൊരു വീട് മാത്രം, അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രിയം മാത്രമല്ല, അത് ആലപ്പുഴയുടെ അമ്പലപ്പുഴയുടെ ഒക്കെ രണോത്സവ സ്മരണകളിൽ ഒരു പങ്കുള്ള, ഒരു റോളുള്ള, ഒരു വേരുള്ള വീട് കൂടിയാണ് വേലിക്കകത്തെ വീട്. ഈ പറയുന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു പരിശീലന ക്യാമ്പായി പ്രവർത്തിച്ച മണ്ണാണ് ആ മണ്ണ്. വാരിക്കുന്തമൊരുക്കാനുള്ള ഒരു താൽക്കാലിക സെറ്റപ്പായി പ്രവർത്തിച്ച ഒരു മേഖലയാണ് ആ മണ്ണ്. അപ്പോൾ അങ്ങനെ പുന്നപ്ര വയലാറിനോടും ചേർന്ന് നിൽക്കുന്ന രണസ്മരണകൾ ഉള്ള ഒരു മണ്ണ് തന്നെയാണ് ഈ വേലിക്കകത്തെ ഈ വീട്. ആ വീട് അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദന് അത്രമേൽ പ്രിയങ്കരമാകുന്ന വീടാണ്. അപ്പോൾ അവിടെ പക്ഷേ വി എസ് അച്യുതാനന്ദന് ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് അവസാന യാത്രയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഈ ആലപ്പുഴയുടെ സങ്കടം, ഈ പുന്നപ്രയുടെ സങ്കടം. പുന്നപ്രയുടെ മണിമുത്തെ എന്ന മുദ്രാവാക്യം ഇവിടെ ഉയരുന്നുണ്ട്. കണ്ണേകരളെ വി എസ് എ, ഞങ്ങളുടെ ജംഗയിലെ റോസാപ്പൂവേ എന്ന മുദ്രാവാക്യത്തിനൊപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് പുന്നപ്രയുടെ മണിമുത്തേ, പുന്നപ്രയുടെ പുന്നാരമേ എന്നൊക്കെയുള്ള മുദ്രാവാക്യം അതിൻ്റെ കൂടെ ചേരും. പുന്നപ്ര അത്രത്തോളം വി എസിൻ്റെ സമരജീവിതത്തിൽ ഇഴചേർന്ന് കിടക്കുന്നു.